എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മക്കളെ, എന്താണ് നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് എല്ലാവരും ആ ഒരു ത്രില്ലിലിരിക്കുകയാണ്. ആൻഡ് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാംസ് കഴിഞ്ഞിട്ട് 13-15 ദിവസം കണ്ട് അത്രയും ലീവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം ഈ ലീവിൻ്റെ സമയമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തൊക്കെ അങ്ങനെ ഇരിക്കുന്നൊരു ടൈമായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ സെക്കൻഡ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് ടൈമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ? കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടേമാണ്. അതായത് നമ്മുടെ പബ്ലിക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഉഴപ്പിത്തല്ലിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവേണ്ട ഒരു ടൈം എത്തിയിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ കുറേ പേരൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കും. ആൻഡ് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ കുറേ പേർക്കൊക്കെ നല്ല മടി ഉണ്ടാവും. ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് കസിൻസും എല്ലാവരും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഇനി സ്കൂളിലേക്ക് പോകുന്നത് ഓർക്കുമ്പോഴത്തേക്കുള്ളൊരു മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. എനിവേ, ഇനിയിപ്പം സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ടാവും. ചിലർക്ക് മാർക്കൊക്കെ കിട്ടുന്നത് യെസ്, അപ്പം ഞാൻ നന്നായിട്ട് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത്ര നന്നായിട്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, അപ്പോൾ ഇനിയിപ്പോൾ മാർക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ന്യൂ ഇയർ കൂടിയ ജാനുവരിയിൽ തന്നെ ഈ മാർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ദൈവമേ ഇനി എൻ്റെ ഈ വർഷം മുഴുവൻ ഇങ്ങനായി പോവോ എന്നൊക്കെയുള്ള ടെൻഷനിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. എനിവേ, അങ്ങനെയുള്ള ടെൻഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ മിസ്സിന് ഒരു കാര്യം പറയാനായിട്ടുള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മൾ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അത് പോയി, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതുവരെ കഴിഞ്ഞതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളേ അല്ലായിരുന്നു അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഈ ക്രിസ്മസ് എക്സാം ആണെങ്കിലും നിങ്ങളുടെ ഓണം എക്സാം ആയിരുന്നെന്നുണ്ടെങ്കിലും അവിടെ കിട്ടുന്ന മാർക്കുകൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ CA മാർക്കിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏറ്റവും മെയിൻ, അത് മെയിൻ അല്ല എന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി, അത് കഴിഞ്ഞു. ഓക്കെ, പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? നമ്മുടെ പബ്ലിക് എക്സാമാണ്. അപ്പോൾ ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. ഈ ഒരു ടേമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നോ ഉഴപ്പ്, നന്നായിട്ട് പഠിക്കാം. യെസ്. അപ്പോൾ സെക്കൻഡ് ടൈമിൽ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടേം ആയിരുന്നു സെക്കൻഡ് ടൈം. നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് സെക്കൻഡ് ടൈമിൽ മാത്രം ഉണ്ടായിരുന്നത്. എന്നിട്ടത് കൂടാതെ എന്തും കൂടെ വന്നു, ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന 4 ചാപ്റ്റേഴ്സും കൂടെ എക്സാമിന് വന്നു. അങ്ങനെ മൊത്തത്തിലൊന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായ ഒരു ടേം ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അതും കുറേയധികം പ്രോഗ്രാംസിൻ്റെ ഒരു അഭിഷേകം തന്നെയായിരുന്നു നമ്മുടെ സെക്കൻഡ് ടേമിൽ ഉണ്ടായിരുന്നത് അല്ലേ? യെസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടേമാണ്. ശരിയാണ്, സെക്കൻഡ് ടേമിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഫസ്റ്റ് ടൈമും അതുപോലെ തന്നെ സെക്കൻഡ് ടേമിലെ പോർഷൻസും എവിടെയുണ്ട്? തേർഡ് ടൈമിൽ നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഈ തേർഡ് ടൈമിൽ നിങ്ങൾക്ക് ആകെ കൂടെ പഠിക്കാൻ വരുന്ന എത്ര ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കിക്കേ. 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഈ 2 ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മുടെ തേർഡ് ടൈമിൽ വരിക. പക്ഷേ ഇത് കൂടാതെ ഫസ്റ്റ് ടൈമിലെയും സെക്കൻഡ് ടൈമിലെയും പോർഷൻസും കൂടെ നമ്മൾ പഠിക്കണം. എന്നാലേ പബ്ലിക് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. യെസ്. അപ്പം ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ തിയറിയാണ്. ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇത്രയും കോണ്ടന്റുകൾ ഉണ്ടോ, ഇതാണോ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സാധനം. അതായത് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഓൾറെഡി ബിസിനസ് സ്റ്റഡീസിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. യെസ്. അതാണ് നമ്മുടെ 10th ചാപ്റ്റർ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ 11th ചാപ്റ്റർ ആണെങ്കിലും അതിലും നമുക്ക് തിയറീസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും SAക്ക് ചോദിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ രക്ഷകനായിട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ചിലപ്പം ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ. ഓവർവ്യൂ ഓഫ് ആൻ എന്റർപ്രൈസ്,
കോൺസെപ്റ്റ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് തന്നെയാണ് കേട്ടോ. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് BPR, ഇംപ്ലിമെന്റേഷൻ ഓഫ് ERP solution providers or ERP packages, benefits and risk of ERP and related technologies. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും, അതായത് ഇപ്പോൾ പഠിച്ചു പോകുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 2 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഇതാണ് കുറച്ച് വലിയ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് നല്ല ഡൗട്ട് തോന്നും. കാരണം മറ്റേ ചാപ്റ്റർ കണ്ടപ്പോൾ അതിനകത്ത് കുറേയധികം കോണ്ടന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഞ്ഞി ചാപ്റ്ററാന്ന് പറഞ്ഞു. ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി കോണ്ടന്റ് കുറവാണ്, പക്ഷെ ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ. മൊബൈൽ കമ്പ്യൂട്ടിംഗ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ICT ഇൻ ബിസിനസ്, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം, ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ആണ്. സോ ഈ 2 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. എന്നാലും പിന്നെയും നമ്മൾ മെയിനായിട്ട് കരുതേണ്ടത് ആരെയാ, നമ്മുടെ സെക്കൻഡ് ടേമിലുള്ള ആ 5 ചാപ്റ്റേഴ്സ്. അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലുള്ള ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. സോ എന്താണ്, നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് വരുമ്പം ഈ 2 ചാപ്റ്റേഴ്സിന് വലിയ റോളും കാര്യങ്ങളും ഒന്നുമില്ല. അത് നമ്മുടെ സെക്കൻഡ് ടൈം വരെയുള്ള പോർഷൻസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വരിക. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ രക്ഷകന്മാരായിരിക്കും. എന്തുകൊണ്ടാ, നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് പ്രോഗ്രാംസ് എഴുതാനായിട്ട് കുറച്ച് പാടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആണിത്. ഇതിനകത്ത് കൂടുതലും തിയറീസ് ആണുള്ളത്. സോ ഈ തിയറീസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തേർഡ് ടേമിനെ കുറിച്ച് പറയാനുള്ളത്. യെസ്, അപ്പോൾ തേർഡ് ടേം കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു ടേമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഇനി മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ടേമും നമ്മുടെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടേമും നമ്മൾ സെറ്റ് ആക്കിയതുപോലെ തന്നെ ഈ ഒരു ടേമും നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.